DCC ജനറൽ സെക്രട്ടറി OR രഘുവാണ് നമ്മുടെ കൂടെയുള്ളത്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളെ കോൺഗ്രസ് പാർട്ടി അവഗണിക്കുന്നു എന്നുള്ള പരാതിയുമായാണ് അദ്ദേഹം നമ്മുടെ കൂടെ വന്നത്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അതായത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് ഏത് തട്ടിൽ എത്തി നിൽക്കുന്നു വയനാട്? കോൺഗ്രസ് പാർട്ടിയിൽ എന്നെ പോലുള്ള ആദിവാസികളെ എന്തുകൊണ്ട് തഴയപ്പെടുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. വയനാട് ജില്ലാ പഞ്ചായത്ത് ST സീറ്റ് മുള്ളംകൊല്ലിയിൽ എൻ്റെ പഞ്ചായത്തിൽ വന്നപ്പോൾ എനിക്കത് നിഷേധിക്കുകയും ഞാൻ 13 വർഷമായി വയനാട് ജില്ലാ DCC ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ അങ്ങനെയുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ എൻ്റെ ശരീരവയങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ബലി നൽകിയ ആളാണ്. എനിക്ക് എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്കറിയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് അവസാനം ഞാൻ വോട്ട് ചെയ്യുന്ന എൻ്റെ പഞ്ചായത്തിലുള്ള അതും റിസർവേഷനായ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം എല്ലാവരെയും കാല് പിടിച്ച് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ സീറ്റ് പിടിച്ചത്. എന്നിട്ടും എന്ത് ചെയ്തു? റിബലായിട്ടുള്ള ആൾക്കാരെ നിർത്തുകയാണ് ചെയ്തത്. അവരെ പിൻവലിക്കാതെ അവരെ കൊണ്ട് മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് പറയാനുള്ളത്, ആദിവാസി മേഖലയിൽ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം അവരെ തഴഞ്ഞുകൊണ്ട് ഞാൻ ഒരു 2000 മുതൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയും DCC ഭാരവാഹിയും ഇത്രയും കാലം എൻ്റെ പാർട്ടിയെ നല്ല പ്രായവും ഞാൻ എൻ്റെ ജീവിതവും ഒക്കെ ഞാൻ നൽകിയ ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു. എന്നെ തോൽപ്പിക്കാൻ കുറേ ആൾക്കാർ നോക്കി, ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. എന്നാൽ ഇന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പായിരുന്നു. DCC ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എന്നെ മത്സരിപ്പിക്കാതെ 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനത്തിലേക്കുള്ള ആൾക്കാരെ അവരെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. ഇത് വളരെയധികം പ്രതിഷേധകരമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന IC ബാലകൃഷ്ണൻ എന്ന ഒറ്റ വ്യക്തിയാണ്. 15 വർഷമായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എനിക്കിനി അദ്ദേഹത്തെ പ്രതിരോധിക്കാനുള്ള കഴിവില്ല. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് ഈ IC ബാലകൃഷ്ണനെ പേടിക്കുന്നുള്ളൊരു കാര്യം എനിക്കറിയത്തില്ല. ഞാൻ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ട് ചെയ്തിട്ടുള്ള കാര്യം നേതൃത്വം എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. IC ബാലകൃഷ്ണൻ എന്താണ് നിങ്ങളോട് ഇത്ര വിരോധം വരാൻ? എനിക്കറിയത്തില്ല. ഞാൻ IC ബാലകൃഷ്ണന് ഒരു എതിരല്ല. ഞാനൊരു സാധാരണ ഒരു കോൺഗ്രസ്സുകാരനാണ്. IC ബാലകൃഷ്ണൻ വലിയ DCC പ്രസിഡന്റും 15 കൊല്ലം MLA ആയ ആളാണ്. ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മാത്രം. IC ബാലകൃഷ്ണൻ ഇതുമായിട്ട് ഒരു എതിരോ IC ബാലകൃഷ്ണൻ എതിരായിട്ട് മത്സരിക്കുന്നു അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ്റെ കൂടെ ഇതൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയൊരു NM വിജയന്മാരുണ്ടാവരുത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ എൻ്റെ അവസാനത്തെ ഇതുകൊണ്ട് ഞാനൊരു ഗതി കെട്ടുകൊണ്ട് ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടിനോട് ഇത് പറഞ്ഞിട്ടോ ഞാൻ ഒരാൾ വ്യക്തിപരമായിട്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. നാളെ നാളെ എന്തെങ്കിലും ആയാൽ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ടി അതുകൊണ്ട് ഞാൻ വിളിച്ചത് പാർട്ടി അതിന് ഉത്തരം IC ബാലകൃഷ്ണന് ഉത്തരം പറഞ്ഞത് തന്നെ വേണം. IC ബാലകൃഷ്ണൻ നിരന്തരം പാർട്ടിയിൽ നിന്നും തന്നെ പിന്തള്ളാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതിയുമായാണ് OR രഘു മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ക്യാമറാമാൻ അനുകല്യാശ്ശേരിക്കൊപ്പം PB ജോഷില.